ഉമ്മാൻ്റെ വീട്ടിലെ നോമ്പുറ. ഉമ്മാൻ്റെ വീട്ടിലെ നോമ്പുറ നിങ്ങൾ കേൾക്കുമ്പോൾ കുറേ ആളുകളൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. നമ്മളിത് നമ്മുടെ അമ്മായിൻ്റെ വെൽ പ്ലാൻ കാരണം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്നത്. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആദ്യത്തെ നോമ്പുറയിൽ കൂടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമായി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ നോമ്പുറയാണത്. നേരത്തെ തറവാട്ടിൽ എത്രയെന്ന് പറഞ്ഞ നമ്മൾ എത്തുന്നത് 12 മണിക്ക്. വേറെ എങ്ങോട്ടെങ്കിലും ബസ് എത്തിക്കുന്ന സമയത്ത് കരുവാരണ്ടക്കുള്ള ബസ്സിൽ തലങ്ങും വിലകും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരാവശ്യം ഉണ്ടായ സമയത്ത് ഒരു ബസ് പോലും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിട്ടിയ ബസ്സിന് കയറി. പകുതി വഴിയിലെത്തിയപ്പോൾ ആൻറ്റിയോട് നമ്മളപ്പം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ബസ് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചു പോയി. അടുത്ത ബസ്സിന് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇതിലേറെ നേരം വെക്കുന്നില്ലേ അറിവുണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചു പോയി. ഓട്ടോക്കാർക്ക് നമ്മളെ വീട് അറിയണോണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി. നമ്മൾ വീട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായിൻ്റെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഉള്ളി വെട്ടാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പണി ആൻറ്റിക്ക് എടുത്ത്. സോയി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ മോമോസ് പോയിൻ്റെ ഉള്ളായത് ബാക്കിയൊന്നും സെറ്റായില്ല. അതല്ലെങ്കിലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന തിരക്കായി, സമൂസ ഉണ്ടാക്കുന്ന തിരക്കായി, ആകെപ്പാടൊരു അൽക്കുലത്തായിരുന്നു. പിന്നെ നമ്മളെ ആൻറ്റി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതും നമ്മളെ റെസിപ്പിയും വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിമ്മ കുറേ സംസാരിച്ചിരുന്ന് കണ്ടും. പിന്നെ നമ്മൾ എല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. സംസാരത്തിൻ്റെ ഇടയിൽ അമ്മായി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നോമ്പ് തുറക്കുമ്പോഴത്തേന് സാധനങ്ങളാകൂലേ? അമ്മായിക്ക് ഭയങ്കര ബേജാർ. പിന്നെ സമൂസ പൊരിയായി, കട്ട്ലേറ്റ് പൊരിയായി. അതിൻ്റെ ഇടയിൽ ആൻറ്റിയും ഉമ്മയും എവിടേക്കൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം ചെറിയ ചെറിയ പരിപാടി നമുക്ക് നിന്നു. നമ്മൾ സമൂസ പൊരിക്കാനും കട്ട്ലേറ്റ് പൊരിക്കാനും ജ്യൂസ് അടിക്കാനും അങ്ങനെ നിന്നു. ബാക്കിയുള്ള പരിപാടിയൊക്കെ അമ്മായി നമ്മളെ ഏൽപ്പിച്ച്. പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ആകെപ്പാടൊരു അൽക്കുലത്തായിരിക്കും. അത് പിന്നെ ഫറലാണല്ലോ. പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ്ങായി, വത്തക്ക കട്ടിങ്ങായി, ആകെപ്പാടെ 6:15 നമ്മുടെ ഭാഗത്തിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാവരെയും നിലത്തിരുത്തുകാണ്ട് വലിയവരെല്ലാവരെയും നമുക്ക് ടേബിൾ മേടിക്കാന്നുള്ള പ്ലാന് അടപടലം മൂഞ്ചിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ മാത്രം നിലത്തും ബാക്കിയുള്ളവരൊക്കെ ടേബിൾ മേടിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, കട്ട്ലേറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മോമോസ് അത് അടപടലം മൂഞ്ചിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഒപ്പിക്കായിരുന്നു നമുക്കത്. പിന്നെ നമ്മളെല്ലാവരും നോമ്പ് തുറന്ന് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കായി. അമ്മായി അതിൻ്റെ ഇടയിൽ അങ്കിളിന് വിട്ടുകൊടുക്കാനുള്ള ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും പല വഴിക്ക് പോകുന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് എല്ലാവരും ഓരോരുത്തരായി പോകാൻ തുടങ്ങി. പിന്നെ ഈ നോമ്പ് തുറക്ക് നമ്മൾ ബാപ്പയാണ് ഇവിടുത്തെ മെയിൻ. കാരണം ഇവിടുത്തെ മരുവനായതുകൊണ്ട് തന്നെ അവനെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെല്ലാവരും. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളെ കുട്ടി നോമ്പ് തുറ.